പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ലെങ്കിലും കേരളത്തിൽ നിന്ന് വലിയ വരുമാനമാണ് ഇന്ത്യൻ റെയിൽവേക്ക് ലഭിക്കുന്നത്. കേരളത്തിൽ 2 ഡിവിഷനുകളിലെ കണക്ക് പരിശോധിച്ചാൽ 3000 കോടിക്ക് മുകളിലാണ് മൊത്തം വരുമാനം. പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനുകളാണ് കേരളത്തിലുള്ളത്. അതിൽ തിരുവനന്തപുരം ഡിവിഷനിൽ നിന്ന് മാത്രം റെയിൽവേക്ക് ലഭിച്ച വരുമാനം 1716 കോടി രൂപയാണ്. തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ഡോക്ടർ മനീഷ് ധപ്യാലാണ് ഇക്കാര്യം അറിയിച്ചത്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹം ഈ കണക്കുകൾ വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ യാത്രക്കാരിൽ 9% വർധനയുണ്ട്. 8.10 കോടി പേരാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് യാത്ര ചെയ്തത്. ചരക്ക് കടത്തിൽ 305.19 കോടി രൂപയും ടിക്കറ്റ് ഇതര വിഭാഗത്തിൽ 24.38 കോടി രൂപയും നേടി. ശബരിമല മണ്ഡലകാല പ്രത്യേക തീവണ്ടികളിൽ 5 ലക്ഷം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അപകടങ്ങൾ ഉണ്ടാകാതിരുന്നതും സുരക്ഷാ സംവിധാനങ്ങളുടെ നേട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 75 കിലോമീറ്റർ പാത നവീകരിക്കുകയും 10 പ്രധാന പാലങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്തതോടെ തിരുവനന്തപുരം എറണാകുളം പാതയിൽ 100 കിലോമീറ്റർ വേഗമെടുക്കാൻ കഴിയുന്നുണ്ട്. 32 സ്റ്റേഷനുകളിൽ ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് സിസ്റ്റത്തിലൂടെ സിഗ്നൽ നവീകരിച്ചു. ഇതോടെ ട്രെയിനുകൾക്ക് കൂടുതൽ വേഗമെടുക്കാൻ സാധിക്കും. കേരളത്തിലെ പ്രധാന നഗരങ്ങളായ കൊച്ചി, തിരുവനന്തപുരം, തൃശൂർ, കൊല്ലം എന്നിവ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിലാണ് വരുന്നത്. അതിനു പുറമെ തമിഴ്നാട്ടിലെ കന്യാകുമാരി, നാഗർകോവിൽ ജംഗ്ഷൻ തുടങ്ങിയവയും തിരുവനന്തപുരം ഡിവിഷന് കീഴിലാണ്. കന്യാകുമാരി മുതൽ ഗുരുവായൂർ വരെയാണ് ഡിവിഷന് കീഴിൽ വരുന്നത്. ആകെ 103 സ്റ്റേഷനുകളാണ് 1979 സ്ഥാപിതമായ തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ളത്. അതേസമയം റെയിൽവേ ആധുനികവൽക്കരണത്തിന് കേന്ദ്ര ബജറ്റിൽ വലിയ പരിഗണനയുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും കേരളം ഉറ്റുനോക്കുന്നത് ഇരട്ടപ്പാത പദ്ധതികളുടെ പൂർത്തീകരണത്തിലുള്ള നടപടിയാണ്. അമ്പലപ്പുഴ തുറവൂർ പാത ഇരട്ടിപ്പിക്കലിന് ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. പദ്ധതി എസ്റ്റിമേറ്റ് 1700 കോടി രൂപയാണ്. എസ്റ്റിമേറ്റിന് കേന്ദ്ര അനുമതി ലഭിക്കാത്തതാണ് പ്രതിസന്ധി. പദ്ധതിയിൽ നിന്നുള്ള റേറ്റ് ഓഫ് റിട്ടേൺ കുറവാണെന്ന കാരണത്താലാണ് അനുമതി വൈകുന്നത്. പാത ഒറ്റവരിയായി തുടരുന്നത് ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിക്കുമെന്ന് കാണിച്ച ദക്ഷിണ റെയിൽവേ കത്ത് നൽകിയെങ്കിലും അനുകൂല മറുപടിയല്ല റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്നത്. പദ്ധതിയുടെ അടിയന്തര പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. നിർമ്മാണം പുരോഗമിക്കുന്ന തിരുവനന്തപുരം, കന്യാകുമാരി, എറണാകുളം തുറവൂർ, വള്ളത്തോൾ നഗർ, ഷൊർണൂർ പാത ഇരട്ടിപ്പിക്കൽ പദ്ധതികൾക്ക് കൂടുതൽ വിഹിതം കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. നേമം ടെർമിനലിന് 20 കോടി രൂപയും തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലിന് 400 കോടി രൂപയും റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചുവേളി മാസ്റ്റർ പ്ലാൻ പൂർത്തീകരണത്തിനും പാലക്കാട് പിറ്റ്ലൈൻ പദ്ധതിക്കും വിഹിതം ചോദിച്ചിട്ടുണ്ട്. റെയിൽവേ വിശദമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്ന നിലമ്പൂർ, നഞ്ചങ്കോട്, ഗുരുവായൂർ, തിരുനാവായ പാതകൾ, ഷൊർണൂർ എറണാകുളം 3-ാം പാത, തിരുവനന്തപുരം എറണാകുളം 3-ാം പാത, തിരുവനന്തപുരം മംഗളൂരു 3-4 പാത പദ്ധതികൾക്കുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് യാത്രക്കാരുടെ സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. അങ്കമാലി, എരുമേലി, ശബരി പാതയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ത്രികക്ഷി കരാറിൽ ഒപ്പിടാതെ പിന്മാറിയതിനാൽ പദ്ധതി അനിശ്ചിതത്വത്തിലാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.